എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 2 കോടി ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തയിൽ വലിയൊരു കൗതുകമുണ്ട്. മറ്റുള്ള ആളുകൾ മാതൃകയാക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്രയ്ക്കധികം നിഷ്കളങ്കരായിട്ടുള്ള കുറേയധികം മനുഷ്യർ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് സംഭവം എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഈ 2 വൃദ്ധ ദമ്പതികൾ, ഇദ്ദേഹത്തിന് ഏകദേശം 94 വയസ്സുണ്ട്. അത്രത്തോളം പ്രായം ഈ ഭാര്യയ്ക്കുമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും മഹാരാഷ്ട്രയുടെ ഉൾഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവർക്ക് നഗരത്തിലെ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. അവരൊരു തീർത്ഥാടനത്തിന് വേണ്ടി കാൽനടയായിട്ട് ഈ മഹാരാഷ്ട്രയിൽ എത്തിയതാണ്. അപ്പോൾ ഈ വയസ്സനായിട്ടുള്ള ഈ 94-കാരന് വളരെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് തൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു സ്വർണ്ണമാലയും അതിനകത്ത് ചെറിയൊരു താലിയും വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം സംബന്ധിച്ച് ഇദ്ദേഹം കയ്യിലിരുന്ന നാണയങ്ങളും അതോടൊപ്പം തന്നെ ആ നോട്ടുകളൊക്കെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് ഈ ഒരു സ്വർണ്ണക്കടയിലേക്ക് വരികയാണ്. അപ്പോൾ സ്വർണ്ണക്കടയിലേക്ക് കടക്കുന്ന സമയത്ത് ജീവനക്കാർ വിചാരിച്ചു ആരോ യാചകർ വരികയാണ് എന്നുള്ള വിചാരത്തിൽ ഇവരെ ആട്ടി ഓടിച്ചു ആദ്യം. അത് കണ്ട ഇതിൻ്റെ ഓണർ കടന്നു വരികയും ഇവരെ അകത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അങ്ങനെ കാര്യങ്ങൾ പറയുകയും ഇവർക്ക് ഈ താലിമാലയും അതോടൊപ്പം തന്നെ ഈ താലിയും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയുമാണ് ചെയ്തത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടന്നില്ല, അതിനുശേഷം ബാക്കി കാര്യം സംസാരിക്കാം. अरे बाप भरपूर आणले हो. 1120 रुपये. पुन्हा आहेत ना डिनर मग तेच बरं पुन्हा आहेत ना. आणले पैसे पैसे लय झाले एवढे पैसे. हे काय गप नाही ना पुन्हा पैशाचं हा हे काय अरे बाप शेंगा पडल्या की अरे बाप अरे 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 अरे. कमी पडले तर आहेत ना अजून पैसे आजी किती पैसे? ते 1000 हजार. 1100 1100. हे मोजा अरे बाप हे तर लय 10 20 20च्या भरपूर नोट आहेत या. हे घ्या तुमचे तुम्हाला, हे बी तुम्हाला, हे बी तुम्हाला नग धरा ना. आणि ही माळा तुम्हाला, ही घालाची हा घालताना आणि ही. ഇവിടെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ 1150 രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിനകത്ത് 20 രൂപ നോട്ടുണ്ട്, 10 രൂപ നോട്ടുണ്ട്, ഒരുപാട് ചില്ലറയുണ്ട്. ആ ചില്ലറയാണ് ഇദ്ദേഹം ആ ബാഗിനകത്ത് ഒന്ന് എടുക്കുന്നത്. ആ ചില്ലറ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് കിഴി പോലെ. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വർണത്തിന്റെ വില വിവരമൊന്നും അറിയത്തില്ല. ഇന്നത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ഒരു മാലയും ഒരു താലിയൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വില നൽകണം എന്നുള്ള കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അത്രയ്ക്ക് നിഷ്കളങ്കരായിട്ടുള്ള 2 ആളുകളാണ്. वाटी बाबाकडून तुम्हाला. बाबा द्या नाही. वाटी तुम्ही द्या. तुम्ही लग्न केलं किती वर्ष आधी लग्न केलं? बाबा तुमच्या एवढा पोरगा वारला द्या ना द्या द्या द्या. हा ही वाटी. नाही हा? ते पैसे घ्या तुम्ही काही म्हणा हा मला तुमच्या हिशोबाने काय द्यायचे ते द्या. 1000 रुपये 1000 रुपये नको, लय झाले तेवढे पैसे. पांडुरंगाचा आशीर्वाद आणि तुमचा आशीर्वाद असला तर सगळं कल्याणच कल्याण आमचं. 500 येते. 500 नको, अजून कमी द्या. काय घ्यायचे घ्या बरं याच्यातले तुम्हाला. नाही तुम्ही द्या तुमच्या हाताने. आता 500ची नोट द्यायली ती घेणार. मला मत येत नाही ना रे. बरोबर भाई तू मग काही काढू नको भाई. काय फोटो काढायचे, फोटोच काढणे तर मग पांगीशील रे बाबा. फोटो चांगले नसते. जगातले घ्या तुम्ही हो ना. भाया तुमचा मुलगा मुलगी आई हे नाही का? मोठा വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓണർ ഈ മാലയും താലിയും ഇവർക്ക് സൗജന്യമായിട്ട് നൽകി. ആദ്യം ഇത് സൗജന്യമായിട്ട് നൽകിയപ്പോൾ ഈ ഒരു വൃദ്ധ ദമ്പതികൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പൈസ വാങ്ങിയേ മതിയാവൂ എന്നുള്ള നിർബന്ധം പിടിച്ചു. അപ്പോൾ ഈ ഓണർ എന്താണ് ചെയ്തത്, ഒരു 20 രൂപ നോട്ട് അതിൽ നിന്ന് എടുത്തു. എന്നിട്ട് ബാക്കി പൈസ മുഴുവനും കൊടുത്തു. അതിനുശേഷം ഈ ഓണർ പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇതിന് പ്രതിഫലമായിട്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്നാണ്. पोरगा होता एक मोठं पोरग मेलं भाऊ आणि लहान पोरग निघले मुताडते ना. डॉक्टरच्या बायकोनं मारलं ताना ताना आम्ही निघालेलो बाहेर. नाही तर मला गरज नाही कशाची. घरी 5 एकर वावर आहे. सगळं चांगलं आहे. मग पोरगा भारी होता. भारी होता. तंबाखू खात नव्हता, दारू पित नव्हता. तुम्ही म्हणल्याची मावा चहा पीत ते मला लागतं मावा चहा प्या. पोरगा भारी. हे जे आहे ते निघले मुताडच्या नाट्यात काय करतात. दे 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 त्यांचे ते.
हे बघा हे मी घेतले आजीकडून 10 रुपये आणि बाबाकडून 10 रुपये. आता मी हे जपून ठेवणार. जपून ठेवा. नाही तर तुम्हाला हे म्हणलं तुमचा आशीर्वाद. आशीर्वाद आपला. हा आपला आशीर्वाद लय लागेल तुम्हाला चांगला. पाहतो मी काय म्हणतो. अहो, जीव लाविते का आजीला? हे वापरा. वाटणले पाहिलं बरं यार काढता येतात का मग? काढता येतं पण आता काय भाऊ लय उपकार करा യോ. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം വളരെ കൗതുകം ഉളവാക്കുന്നതാണ്. അതായത് ഈ വൃദ്ധ ദമ്പതികളിലെ ഈ പുരുഷൻ, അതായത് 94 വയസ്സുള്ള ഈ വൃദ്ധൻ എന്താണ് വർഷക്കാലമായിട്ട് തന്റെ ഭാര്യയ്ക്ക് ഒരു സ്വർണത്തിന്റെ താലിയും അതോടൊപ്പം തന്നെ ഒരു മാലയും വാങ്ങി കൊടുക്കണമെന്ന് ഉള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്നു. അതിനുവേണ്ടി പണം സ്വരൂപിച്ചു വെക്കുന്നു. അപ്പോൾ ഇവർ തീർത്ഥാടനത്തിന് വേണ്ടി കിലോമീറ്ററുകൾ നടന്നാണ് ഗ്രാമത്തിൽ നിന്നും ഈ മഹാരാഷ്ട്ര ടൗണിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഓണർ, ഈ സ്വർണ്ണക്കടയുടെ ഓണർ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഏകദേശം 25 മില്യൺ ആളുകൾ കണ്ടു. ഏകദേശം 2.5 കോടി ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. വലിയ രീതിയിലുള്ള പ്രശംസ ഈ ഒരു ജ്വല്ലറി ഓണർ പിടിച്ചു പറ്റി. അപ്പോൾ ഒരു ഭാഗം ആളുകൾ പറയുന്നുണ്ട് ജ്വല്ലറിക്ക് ഇത് വലിയൊരു പരസ്യമായി, അതായത് മറ്റുള്ള ടിവിയിലോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലോ ഒന്നും നൽകാത്ത, നൽകിയാൽ കിട്ടാവുന്നതിനേക്കായി അപ്പുറത്തുള്ള ഒരു പരസ്യമാണ് ആ ജ്വല്ലറിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓണർക്ക് വേണമെങ്കിൽ അവരെ മടക്കി അയക്കാമായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ ഇവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പരസ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെയും കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ നിഷ്കളങ്കരായിട്ടുള്ള ഇത്തരം ആളുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമായിട്ട് താമസിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. സ്വർണത്തിന്റെ വിലയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത നിലവാരം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ജീവിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾ ധാരാളം നമ്മുടെ ഇന്ത്യയിലുണ്ട്. വളരെ ദാരിദ്ര്യത്തിലാണ് അവർ കഴിയുന്നത്. 1000 രൂപ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണമാലയും ഒരു ലോക്കറ്റും വാങ്ങുവാൻ വേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടയുടെ ഈ ഓണറിന്റെ ഈ പ്രവൃത്തിയെ നമ്മൾ പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി തരമില്ല. അത്ര ഒരു കാര്യം അദ്ദേഹം ചെയ്തല്ലോ. എന്തായാലും ഈ വീഡിയോ വളരെ കൗതുകത്തോടു കൂടിയാണ് ഇവിടെയുള്ള, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളും വിദേശത്തുള്ള ആളുകളൊക്കെ കണ്ടത്. വലിയ രീതിയിലുള്ള പ്രശംസ ഈ സ്വർണ്ണക്കട ഓണറിന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിഷ്കളങ്കരായിട്ടുള്ള ഈ മനുഷ്യരെ പ്രശംസിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.